ബാറ്ററിയെക്കുറിച്ചുള്ള 10 തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഒരു 150 എച്ച് ബാറ്ററി 150 എച്ച് നമുക്ക് തരും. ലെഡ് ആസിഡ് ബാറ്ററി 150 എച്ച് എന്നുള്ളത് അതിൻ്റെ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് 55%. അതായത് 150 എച്ചിൻ്റെ 55% എന്ന് പറയുന്നത് ശരാശരി 85 എച്ച് വരും. അതായത് 150 എച്ച് ബാറ്ററി എന്ന് പറയുന്നത് സേഫസ്റ്റായിട്ട് ഡിസ്ചാർജ് ചെയ്യാവുന്ന അളവെന്ന് പറയുന്നത് 85 എച്ച് തരുന്ന ബാറ്ററി എന്നാണ്. രണ്ടാമത്തെ സംഗതി, 150 എച്ച് ബാറ്ററിക്ക് 1800 വാട്ട്സ് സ്റ്റോറേജ് ലഭിക്കും. സാധാരണ സ്റ്റോറേജ് കണ്ടുപിടിക്കുന്നത് വോൾട്ടേജ് ഗുണം കറണ്ടാണ്. അതായത് 150 എച്ച് ബാറ്ററി ഇൻറ്റു 12 വോൾട്ട് എന്ന് പറയുന്നത് 1800 വാട്ട്സ് വരും. അപ്പം 1800 വാട്ട്സ് സ്റ്റോറേജ് ലഭിക്കുമെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ ലെഡ് ആസിഡ് ബാറ്ററിക്ക് 80% എഫിഷ്യൻസിയേ ഉള്ളൂ. അതായത് 1800 വാട്ട്സിൻ്റെ 80% എന്ന് പറയുന്നത് 1440. അതായത് ഒരു 1.44 യൂണിറ്റാണ് അതിൻ്റെ സ്റ്റോറേജ്. എന്നാൽ ബാറ്ററിയുടെ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് അനുസരിച്ച് 1 യൂണിറ്റ് മാത്രമേ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് കണക്ക് കൂട്ടാൻ കഴിയുള്ളൂ. മൂന്നാമത്തെ സംഗതിയിലേക്ക് വരാം. കൂടുതൽ ഡിസ്ചാർജ് ചെയ്താൽ സ്റ്റോറേജ് കുറയുന്നില്ല. സാധാരണ ആളുകൾ ചിന്തിക്കുന്നതാണ് ബാറ്ററിയിൽ നിന്ന് 50 എച്ച് എടുത്താലും 75 എച്ച് എടുത്താലും അതിൻ്റെ സ്റ്റോറേജ് കുറയുന്നില്ല എന്നാണ് പൊതുവേ ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ കൂടുതൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോറേജ് കുറയും. ഉദാഹരണത്തിന് ഒരു 150 എച്ച് ബാറ്ററിയിൽ നിന്നും 180 വാട്ട്സ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിന് ശരാശരി 1.5 യൂണിറ്റ് സ്റ്റോറേജ് ലഭിക്കും. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ 500 വാട്ട്സ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 1 യൂണിറ്റ് മാത്രമേ ശരാശരി 1 യൂണിറ്റ് സ്റ്റോറേജ് ലഭിക്കുകയുള്ളൂ. നാലാമത്തെ സംഗതി, ഒരു ബാറ്ററിയുടെ ചാർജിങ്, ഡിസ്ചാർജിങ്, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്നിവ ബാറ്ററിയുടെ ആയുസ്സിനെ ബാധിക്കുന്നില്ല. ഇതൊരു തെറ്റായ സംഗതിയാണ്. ഒരു ബാറ്ററിയുടെ ചാർജിങ്, ഡിസ്ചാർജിങ്, ഡെപ്ത് ഓഫ് ഡിസ്ചാർജിങ് എന്നിവ കൂടിയാൽ ബാറ്ററിയുടെ സൈക്കിൾ കുറയുന്നത് മൂലം അതിൻ്റെ ആയുസ് കുറയുന്നു, അല്ലെങ്കിൽ ലൈഫ് കുറയുന്നു. അഞ്ചാമത്തെ സംഗതി, C10 ബാറ്ററി എന്ന് കഴിഞ്ഞാൽ ചാർജിങ്, ഡിസ്ചാർജിങ് എന്നിവ 10 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടതാണ് എന്നാണ് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ C10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സേഫസ്റ്റ് ഡിസ്ചാർജ് അറ്റ് 10 hours എന്നാണ്. അപ്പോൾ 10 മണിക്കൂർ കൊണ്ടാണ് അത് ഡിസ്ചാർജ് ചെയ്യേണ്ടത്. എന്നാൽ അതിൻ്റെ ചാർജിങ് റേറ്റിംഗ് അത് സാധാരണഗതിയിൽ ശതമാനക്കണക്കിലാണ് കൊടുക്കുന്നത്. C10 ബാറ്ററിയൊക്കെ പൊതുവെ 20% അതിൻ്റെ ചാർജിങ് റേറ്റ്. അത് പ്രത്യേകിച്ച് നമുക്ക് മാനുവലിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ചാർജിങ് റേറ്റിങ്ങും ഡിസ്ചാർജിങ് റേറ്റിങ്ങും രണ്ടും രണ്ടായിരിക്കും. ആറാമത്തെ സംഗതി, ഒരു മണിക്കൂറിൽ ഒരു 150 എച്ച് ബാറ്ററിയിൽ നിന്നും 150 എച്ച് ഡിസ്ചാർജ് ചെയ്യാം. C10 എന്നത് അതിൻ്റെ സേഫസ്റ്റ് ഡിസ്ചാർജ് 10 മണിക്കൂറാണെന്ന് നമ്മൾ കണ്ടു. അതായത് 1 മണിക്കൂർ 15 ആമ്പിയറെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ 150 എച്ച് വെച്ച് ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ നാം കണ്ടു കഴിഞ്ഞ പോലെ ലൈഫിനെയും ബാധിക്കും, സ്റ്റോറേജിനെയും ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് 150 എച്ച് ബാറ്ററിയിൽ നിന്ന് 150 എച്ച് എടുക്കുന്ന ഒട്ടും ഉചിതമായ സംഗതിയല്ല. 7. 150 എച്ച് ബാറ്ററിയിൽ 500 വാട്ട്സ് ലോഡ് ചെയ്യാം. 1 മണിക്കൂറിൽ 15 ആമ്പിയർ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ എന്ന് കണ്ടു. അതിൻ്റെ അർത്ഥം 15 × 12 എന്ന് പറയുന്നത് 180 വാട്ട്സ് മാത്രമാണ്. 150 എച്ച് ബാറ്ററി സാധാരണ പലരും 500 വാട്ട്സൊക്കെ ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അത് ലൈഫിനെ ബാധിക്കുന്നു. 8. ബാറ്ററിക്ക് 5 വർഷം വാറണ്ടി ലഭിക്കും. നിശ്ചിത ശതമാനം സ്റ്റോറേജ് കുറഞ്ഞാലും ബാറ്ററി റീപ്ലേസ് ചെയ്ത് കിട്ടും എന്ന് പൊതുവെ ചിന്തിക്കാറുണ്ട്. ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത് പെർഫോമൻസ് വാറണ്ടി അഥവാ പ്രോ റേറ്റഡ് വാറണ്ടി എന്നാണ്. അതായത് ഓരോ വർഷം കഴിയുന്തോറും നിശ്ചിത ശതമാനം അതിൽ നിന്ന് കുറയും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ കുറഞ്ഞാൽ അതിന് ബാറ്ററി റീപ്ലേസ് ചെയ്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ വർഷത്തെ സ്റ്റോറേജ് ആയിരിക്കില്ല രണ്ടാമത്തെ വർഷത്തെ സ്റ്റോറേജ്, അതിന് ഡിപ്രിസിയേഷൻ ഉണ്ടാകും. ഇങ്ങനെ ഓരോ വർഷവും നിശ്ചിത ശതമാനം ആ ബാറ്ററിയുടെ സ്റ്റോറേജ് കുറയും. അങ്ങനെ നിശ്ചിത ശതമാനം കുറഞ്ഞെന്ന് വെച്ചിട്ട് ആ ബാറ്ററി വാറണ്ടി പീരീഡിലായിരിക്കുമ്പോൾ റീപ്ലേസ് ചെയ്ത് തരണമെന്നില്ല. 9. ഒരു കമ്പനിയുടെ 150 എച്ച് ബാറ്ററി മാറിയിട്ട് അടുത്ത കമ്പനിയുടെ 150 എച്ച് ബാറ്ററി വെക്കാം. സെറ്റിങ്സ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഓരോ കമ്പനിയുടെയും ചാർജിങ്, ഡിസ്ചാർജ് എന്നിവ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഒരു കമ്പനിയുടെ 150 എച്ച് ബാറ്ററി മാറ്റിയിട്ട് അടുത്ത ബാറ്ററി വെക്കുകയാണെങ്കിൽ, വേറെ കമ്പനിയുടേത് വെക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ചാർജിങ് സെറ്റിങ്സ് മാറ്റി കൊടുക്കേണ്ടതുണ്ട്.
10. ഒരു 150 എച്ച് ബാറ്ററിയോട് 100 എച്ച് ബാറ്ററിയോ മറ്റളവിലുള്ള ബാറ്ററിയോ സീരീസായിട്ടോ പാരലായിട്ടോ കണക്ട് ചെയ്യാൻ കഴിയും. ഒരേ കമ്പനിയുടെ ഒരേ അളവിലുള്ള ബാറ്ററി മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു കമ്പനിയുടെ 150 എച്ച് ബാറ്ററിയും വേറൊരു കമ്പനിയുടെ 150 എച്ച് ബാറ്ററിയായിട്ട് സീരീസിൽ കണക്ട് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഇമ്പിഡൻസിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ വ്യത്യസ്ത അളവുകളിലുള്ള എച്ചിലുള്ള ബാറ്ററികൾ തമ്മിൽ സീരീസിൽ കണക്ട് ചെയ്യാനും പാടില്ല. ഇനി ബാറ്ററി പാരലായിട്ട് കൊടുക്കുമ്പോൾ എല്ലായ്പ്പോഴും അത് ശരിയായി പ്രവർത്തിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ചിന്തിച്ച കാര്യങ്ങളെല്ലാം ലെഡ് ആസിഡ് ബാറ്ററിയുടെ കാര്യങ്ങളാണ്. ലിഥിയം ബാറ്ററി ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ അക്കാദമി സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതോടൊപ്പം പൊതുജനങ്ങൾക്ക് സഹായകരമായ വീഡിയോകളും ലഭ്യമാക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.